ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡ് മാത്സിന്റെ ഫസ്റ്റ് ചാപ്റ്ററായ അരിത്തമാറ്റിക് സീക്വൻസിലെ പേജ് നമ്പർ 9, ക്വസ്റ്റ്യൻ നമ്പർ 5. ക്വസ്റ്റ്യൻ: The first picture shows an equilateral triangle with the smaller triangle got by joining the midpoints of sides cut off. The second picture shows the same thing done on each of the three triangles in the first picture. The third picture shows the same thing done on the second picture. അല്ലേ, നമുക്ക് ടെക്സ്റ്റിൽ ഒരു 3 ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട് അല്ലേ. എന്നിട്ട് എന്താ പറഞ്ഞേക്കുന്നത്? ഫസ്റ്റ് പിക്ചർ ഷോസ്, ഫസ്റ്റ് ട്രയാങ്കിൾ എന്താണ് ചെയ്യുന്നത്? ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ അവയുടെ പ്രത്യേകത എന്താ? 3 സൈഡും ആംഗിൾസും ഒക്കെ ഈക്വൽ ആയിരിക്കും. ഇനി ഈ ട്രയാങ്കിളിന്റെ മിഡ് പോയിന്റ് എടുക്കുന്നു. ഈ ട്രയാങ്കിളിന്റെ ഈ സൈഡിന്റെ മിഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ, ഈ സൈഡിന്റെ മിഡ് പോയിന്റ് ഇവിടെ, ഈ സൈഡിന്റെ മിഡ് പോയിന്റ് ഇവിടെ. ഈ 3 മിഡ് പോയിന്റും ജോയിൻ ചെയ്തിട്ട് എന്ത് ചെയ്തു? കട്ട് ചെയ്ത് കളഞ്ഞു. കട്ട് ചെയ്ത് കളഞ്ഞപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? ഒരു 3 റെഡ് ട്രയാങ്കിൾസ് കിട്ടി അല്ലേ. അതേപോലെ തന്നെ സെക്കൻഡ് ട്രയാങ്കിളും എന്ത് ചെയ്തു? ഈ 3 കിട്ടിയ 3 റെഡ് ട്രയാങ്കിളിന്റെ മിഡ് പോയിന്റ്സ് എടുത്തു. മിഡ് പോയിന്റ്സ് എടുത്തിട്ട് എന്ത് ചെയ്തു? കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പൊ നമുക്ക് വീണ്ടും അഗെയിൻ കുറച്ച് ട്രയാങ്കിൾസ് കിട്ടി അല്ലെ, കുറച്ച് റെഡ് ട്രയാങ്കിൾസ് കിട്ടി. അവയുടെ ഈ കിട്ടിയ ട്രയാങ്കിൾസിന്റെ മിഡ് പോയിന്റ് എടുത്ത് വീണ്ടും കട്ട് ചെയ്ത് അങ്ങനെ ചെയ്താണ് നമുക്ക് മൂന്നാമത്തെ ട്രയാങ്കിളും കിട്ടിയത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഹൗ മെനി റെഡ് ട്രയാങ്കിൾസ് ആർ ദെയർ ഇൻ ഈച്ച് പിക്ചർ അല്ലേ. ഓരോ പിക്ചറിലും എത്ര റെഡ് ട്രയാങ്കിൾസ് ഉണ്ട് അല്ലേ? നമുക്ക് എണ്ണാലോ. 1, 2, 3. രണ്ടാമത്തെ ട്രയാങ്കിളിൽ എത്ര ഉണ്ട്? ഈ ഫസ്റ്റ് ഒരു റെഡ് ട്രയാങ്കിളിന്റെ മിഡ് പോയിന്റ് എടുത്ത് കട്ട് ചെയ്തിട്ടാണ് ഇവിടെ ഉണ്ടാക്കിയത് അല്ലേ. അപ്പൊ ഇവിടെ എത്ര ഉണ്ട്? 1, 2, 3. 3 എണ്ണം ഉണ്ടല്ലോ. അതേപോലെ ഈ റെഡ് ട്രയാങ്കിളും കട്ട് ചെയ്യുമ്പോൾ 3 കിട്ടി, ഇവിടെ 3 കിട്ടി. അപ്പം 3 സൈഡിൽ, ഈ സൈഡ് 1, 2, 3 സൈഡിലും എത്ര ട്രയാങ്കിൾസ് വീതമുണ്ട്? 3 ട്രയാങ്കിൾസ് വീതമുണ്ട്. അപ്പൊ 3 × 3 ചെയ്താൽ മതി, ദാറ്റ് ഈസ് 9. ഇല്ലെങ്കിൽ എണ്ണിയാലും മതി. ഓക്കെ, ഇവിടെ ആണെങ്കിൽ എന്ത് വരും? ഈ 3 ട്രയാങ്കിൾസിനെ വീണ്ടും എന്ത് ചെയ്യുന്നു? അവയുടെ മിഡ് പോയിന്റ്സ് എടുത്തിട്ട് കട്ട് ചെയ്ത് കളയുന്നു. അപ്പൊ ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8, 9 ട്രയാങ്കിൾസ്. 9 ട്രയാങ്കിൾസിന്റെ എത്ര സെറ്റ് ഉണ്ട്? 1, 2, 3. അപ്പം 9 × 3 നമുക്ക് എത്ര കിട്ടും? 27. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയല്ലോ. റെഡ് ട്രയാങ്കിൾസിന്റെ എണ്ണമായിരുന്നു എഴുതേണ്ടത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? ടേക്കിംഗ് ദ ഏരിയ ഓഫ് ഹോൾ അൺകട്ട് ട്രയാങ്കിൾ ആസ് 1, കമ്പ്യൂട്ട് ദ ഏരിയ ഓഫ് എ സ്മാൾ ട്രയാങ്കിൾ ഇൻ ഈച്ച് പിക്ചർ. അതായത് നമ്മൾ ഈ ട്രയാങ്കിളിന്റെ ഈ നടുക്കത്തെ ഭാഗം എന്താണ്? കട്ട് ചെയ്ത് മാറ്റിയാണ്. നമ്മൾ അത് കട്ട് ചെയ്ത് മാറ്റുന്നില്ല. കട്ട് ചെയ്യാതെ മാറ്റുമ്പോൾ എന്താണ്? ഈ ട്രയാങ്കിളിന്റെ ഏരിയ 1 ആണ്. 1 ആണെങ്കിൽ ഒരു ചെറിയ ട്രയാങ്കിളിന്റെ ഏരിയ എത്ര ആയിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സർക്കിൾ എടുക്കുന്നു, നമ്മൾ അതിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈ ഭാഗം എത്ര ആണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയും? ടോട്ടൽ എത്ര ഉണ്ട്? 2 അല്ലേ. ഷെയ്ഡ് ചെയ്ത പോർഷൻ എത്ര? 1 അല്ലേ. അങ്ങനല്ലേ പറയുന്നത്. അതേപോലെ ഇതിന്റെ മൊത്തം ഏരിയ 1 ആണ്. ഇതിനെ നമ്മൾ എത്ര ഭാഗമാക്കിയിട്ടുണ്ട്? 4 ഭാഗമാക്കിയിട്ടുണ്ട് അല്ലേ. അപ്പൊ ഒരു ഭാഗം കാണാൻ നമ്മൾ എന്ത് പറയും? 1/4. ഓക്കെ, ക്ലിയർ? അങ്ങനാണെങ്കിൽ സെക്കൻഡ് പിക്ചറിൽ എത്ര എണ്ണം ഉണ്ട്? മൊത്തം റെഡും വൈറ്റും എല്ലാം കൂടി കൂട്ടണം. ഇവിടെ എത്ര ഉണ്ട്? 1, 2, 3, 4. 4 എണ്ണം ഉണ്ട് അല്ലേ. 4 എണ്ണത്തിന്റെ എത്ര സെറ്റ് ഉണ്ട്? ഇവിടെ 1, 2, 3, 4, 1, 2, 3, 4. ഇത് നമുക്ക് എന്ത് ചെയ്യണം? തുല്യ ഭാഗങ്ങളാക്കണം. തുല്യ ഭാഗങ്ങളാക്കിയാൽ മാത്രമേ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റൂ. അപ്പൊ എന്ത് ചെയ്യണം? ഇങ്ങനെ ഡോട്ട് ഇട്ടിട്ട് തുല്യ ഭാഗങ്ങളാക്കുക. അപ്പൊ എത്ര സെറ്റ്? 4. അപ്പൊ ഇവിടെ 4 ട്രയാങ്കിൾ വന്നു അല്ലേ. ഇവിടെ 4, ഇവിടെ 4, ഇവിടെ 4, ഇവിടെ 4. മൊത്തം എത്ര ഉണ്ട്? 4 × 4 അല്ലേ. അപ്പൊ 16. 16 ട്രയാങ്കിൾസ് ഉണ്ട് ഇതിനകത്ത്. ഈ 16 ട്രയാങ്കിൾസിൽ ഒരു ഭാഗം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് പറയും? 1/16. ഓക്കെ, ഇവിടെ അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യണം.
മിഡ് പോയിന്റ്സ് എടുത്തിട്ട് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എല്ലാം ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് കിട്ടുന്നത്. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അവയുടെ മിഡ് പോയിന്റ്സ് എടുത്തിട്ട് വീണ്ടും കട്ട് ചെയ്യണം. ഇവിടെ നമ്മൾ തുല്യ ഭാഗങ്ങളാക്കി അല്ലേ? ഇപ്പൊ ഭാഗങ്ങളാക്കിയപ്പോ നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. ഈ സെക്ഷനിൽ ഒരു 16 ഉണ്ട്, ഈ സെക്ഷനിൽ ഒരു 16 ഉണ്ട്, ഇവിടെ എത്ര ഉണ്ട്? 16 ഉണ്ട്, നടുക്കും 16 ഉണ്ട്. അപ്പൊ 16 into 4 ചെയ്താൽ പോരെ? 16 into 4 എന്ന് പറയുമ്പം എത്രയാ കിട്ടുന്നേ? 64. അപ്പൊ മൊത്തം എത്ര ട്രയാങ്കിൾ ഉണ്ട് ഇവിടെ? റെഡും വൈറ്റും എല്ലാം കൂടി കൂട്ടി നമുക്ക് 64 ട്രയാങ്കിൾസ് ഉണ്ട്. അതിൽ ഒരെണ്ണത്തിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം? 1/64. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? What is the total area of all the red triangles in each picture? അല്ലേ, നമുക്ക് ഈ റെഡ് ട്രയാങ്കിൾസിന്റെ ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കണം. ഒരെണ്ണത്തിന്റെ ഏരിയ നമ്മൾ കണ്ടുപിടിച്ചു 1/4, ഇവിടെ 1/16, ഇവിടെ 1/64. ഇവിടെ റെഡ് ട്രയാങ്കിൾ എത്ര എണ്ണം ഉണ്ട് ടോട്ടല്? ഇവിടെ 3 ഉണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ഫസ്റ്റ് ട്രയാങ്കിളിന്റെ എങ്ങനെ കണ്ടുപിടിക്കാം? റെഡ് ട്രയാങ്കിളിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? 3 ഉണ്ട്, 3നെ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ 3 into 1/4 ദാറ്റ് ഈസ് ഈക്വൽ ടു 3/4. ഇവിടെ എത്ര റെഡ് ഉണ്ട്? 9 അല്ലേ? അപ്പൊ 9 into ഒരു മൊത്തം 16 ഉണ്ട്. അപ്പൊ ഒരു ഭാഗം കണ്ടുപിടിക്കാൻ 1/16 ദാറ്റ് ഈസ് ഈക്വൽ ടു 9/16. തേർഡ് ട്രയാങ്കിളിന് എങ്ങനെ കിട്ടും? മൊത്തം എത്ര ഉണ്ട്? 64 അല്ലേ? റെഡ് ട്രയാങ്കിൾ അതിനകത്ത് എത്ര ഉണ്ട്? 27. അപ്പൊ 27 into 1/64 ദാറ്റ് ഈസ് ഈക്വൽ ടു 27/64. നമുക്ക് എങ്ങനെ എഴുതാം? 3/4, 9/16, 27/64. ഇതിനെ ഒന്നും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റത്തില്ല അല്ലേ? കോമൺ ആയിട്ട് ഒരു നമ്പേഴ്സും ഇല്ല. അപ്പൊ ഇത് ഇങ്ങനെ തന്നെ ഇട്ടേക്കുക. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? റൈറ്റ് ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ഈച്ച് ഓഫ് ദ 3 സീക്വൻസ് ഗോട്ട് ബൈ കണ്ടിന്യൂയിങ് ദിസ് പ്രോസസ്. അല്ലേ, ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു 3 നമ്പേഴ്സ് കിട്ടിയല്ലോ അല്ലേ? 3 സീക്വൻസ് കിട്ടി, ഇവിടെയും കിട്ടി, ഇവിടെയും കിട്ടി അല്ലേ? ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്താൽ ഉണ്ടാകുന്ന ഒരു 5 സീക്വൻസ് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ 3 എണ്ണം ഓൾറെഡി ഉണ്ട്, നമുക്കൊരു 2 എണ്ണം കൂടി കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാമല്ലോ. ഫസ്റ്റ് സീക്വൻസ് എങ്ങനെ? 3, 9, 27. ഈ സീക്വൻസിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? നോക്കിയേ, 3നെ ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 9 കിട്ടി, 9നെ ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 27 കിട്ടി. നെക്സ്റ്റ് നമ്പർ കണ്ടുപിടിക്കാൻ 27നെ ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? അപ്പൊ എന്ത് ചെയ്യാം? 27 into 3. 7 3s are 21, 2 3s are 6, 6 plus 2 81. 5 എണ്ണം കണ്ടുപിടിക്കണ്ടേ? 4 എണ്ണം അല്ലേ ഉള്ളൂ. അപ്പം ഒരു നമ്പറും കൂടി കണ്ടുപിടിക്കണം. അപ്പൊ 81 into 3 ചെയ്യാം. 1 3s are 3, 8 3s are 24, 243. ഇതുപോലെ സെക്കൻഡ് ട്രയാങ്കിളിന്റെ സീക്വൻസ് കണ്ടുപിടിക്കാമല്ലോ. ആദ്യം 3/4, 1/4, 1/16, 1/64. ഇതെങ്ങനെ കണ്ടുപിടിക്കും? നോക്കിയേ, ഈ സീക്വൻസിന്റെ ന്യൂമറേറ്റർ എല്ലാം എന്താണ്? 1 ആണ്. അപ്പൊ ന്യൂമറേറ്റർ നമുക്ക് 1 എന്ന് എഴുതാം അല്ലേ? ഇനി ഡിനോമിനേറ്റർ നോക്കിയേ, 4ന്റെ കൂടെ ഒരു 4 മൾട്ടിപ്ലൈ ചെയ്തപ്പം 16 കിട്ടി. 16ന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യണം? ഒരു 4ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്ത് കിട്ടും? 64. അപ്പൊ നെക്സ്റ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? 64ന്റെ കൂടെ ഒരു 4ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. എന്ത് കിട്ടും? 64 into 4, 4 4s are 16, 1 remainder,
6 4s are 24. 24 plus 1 25. 256. ഒരെണ്ണം കൂടി കണ്ടുപിടിക്കണ്ടേ? അപ്പം ന്യൂമറേറ്റർ 1 തന്നെ ആയിരിക്കും. ഡിനോമിനേറ്റർ 256ന്റെ കൂടെ നമ്മൾ ഒരു 4ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നു. 6 4s are 24. 2 5 4s are 20 plus 2 22. Remainder 2. 2 4s are 8. 8 plus 2 10. 1024 എന്ന് കിട്ടി. ഓക്കെ, അടുത്ത സീക്വൻസ് എന്താണ് നമുക്ക് വരുന്നത്? ഇതാണല്ലേ, 3/4, 9/16, 27/64. അപ്പൊ നെക്സ്റ്റ് എന്ത് വരും? ഇവിടെ ന്യൂമറേറ്ററിലെല്ലാം 3യുടെ മൾട്ടിപ്പിൾസ് ആണ് അല്ലേ? അപ്പം 27 into 3 എന്ത് വരും? 81 ഡിവൈഡഡ് ബൈ ഇവിടെ 4ന്റെ മൾട്ടിപ്പിൾസ് ആണ്. 64 into 4 ചെയ്യുമ്പം 256. ഓക്കെ, അടുത്തത് എന്താണ്? 81നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 243. 243 ഡിവൈഡഡ് ബൈ ഇവിടെ 256നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 1024. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ കംപ്ലീറ്റ് ചെയ്തല്ലോ. അപ്പം ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.